അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈപാർട്ടൈഡ് ഗ്രാഫ് എന്താണെന്നാണ് പഠിച്ചേ. ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ബൈപാർട്ടൈഡ് ഗ്രാഫ് എന്താണെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പം കംപ്ലീറ്റ് ബൈപാർട്ടൈഡ് ഗ്രാഫ് അറിയണമെങ്കിൽ ബൈപാർട്ടൈഡ് അറിഞ്ഞിരുന്നാൽ മതി. ബൈപാർട്ടൈഡ് എന്തുമായിരുന്നു? ഇപ്പോൾ V1 V2 എന്ന് പറയുന്ന രണ്ട് സെറ്റുണ്ട്. V1 നിന്ന് എനിക്ക് V2 റിലേഷൻ പറയാം. V1ൻ്റെ അകത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല, അതല്ലേ കണ്ടീഷൻ. ജസ്റ്റ് ഒരു പോയിൻ്റ് കൂടെ എക്സ്ട്രാ ഉണ്ടെന്നേ ഉള്ളൂ. അതായത് ഈ V1ന് V2 റിലേഷൻ പറയത്തില്ലേ? ഈ V1 എല്ലാ എലമെൻസിനും V2 എല്ലാ എലമെൻസുമായിട്ടും ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഞാനിപ്പോൾ A1 എടുക്കുകയാണെങ്കിൽ A1 A2 ആയിട്ടും A4 ആയിട്ടും A6 റിലേഷൻ ഉണ്ടാവണം. A3 എടുക്കുകയാണെങ്കിൽ A3ക്ക് A2 ആയിട്ടും A4 ആയിട്ടും A6 ആയിട്ടും റിലേഷൻ ഉണ്ടാവണം. അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കംപ്ലീറ്റ് ബൈപാർട്ടൈഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇഫ് വെർട്ടെക്സ് സെറ്റ് V ഓഫ് എ സിമ്പിൾ ഗ്രാഫ്, ഇവിടെ കണ്ടോ സിമ്പിൾ ഗ്രാഫാണ്. സിമ്പിൾ ഗ്രാഫിൻ്റെ ഡെഫിനിഷനൊക്കെ അറിയാമോ? സിമ്പിൾ ഗ്രാഫ് G = V, Kനെ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം രണ്ട് ഡിസ്ജോയിൻറ്റ് സെറ്റായിട്ട്. നമ്മൾ കംപ്ലീറ്റ് ബൈപാർട്ടൈഡ് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ആദ്യം താണ്ടെ ഈ ബൈപാർട്ടൈഡ് ഗ്രാഫിൻ്റെ ഡെഫിനിഷൻ എഴുതണം കേട്ടോ. ഇത് ബൈപാർട്ടൈഡ് ഗ്രാഫിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് താണ്ടെ കംപ്ലീറ്റിൻ്റെ ഇവിടെ വരിക. ഇഫ് ഈച്ച് വെർട്ടെക്സ് ഓഫ് V1 ഈസ് കണക്റ്റഡ് വിത്ത് എവറി വെർട്ടെക്സ് ഓഫ് V2 ബൈ ആൻ എഡ്ജ്. അതായത് V1 എല്ലാ വെർട്ടെക്സിനും V2 ആയിട്ടൊരു കണക്ഷൻ വേണം എങ്കിൽ V1 കാർഡിനാലിറ്റി ഓഫ് V1 M ആണ്, കാർഡിനാലിറ്റി ഓഫ് V2 എന്ന് പറയുന്നത് N ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു കംപ്ലീറ്റ് ബൈപാർട്ടൈഡ് ഗ്രാഫ് എന്ന് പറയാം. കംപ്ലീറ്റ് ബൈപാർട്ടൈഡ് ഗ്രാഫിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? KMN എന്നാണ് കംപ്ലീറ്റ് ബൈപാർട്ടൈഡ് ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ബൈപാർട്ടൈഡ് ഗ്രാഫ് എന്താ പറയുന്നത്? ഇഫ് ഈച്ച് വെർട്ടെക്സ് V1 ഈസ് കണക്റ്റഡ് വിത്ത് എവരി വെർട്ടെക്സ് ഓഫ് V2. അതായത് V1 ഒരു വെർട്ടെക്സ്, അതായത് V1 വെർട്ടെക്സ് ആയിട്ട് A1 എടുക്കുകയാണെങ്കിൽ ഈ A1 ഈ V2 എല്ലാ വെർട്ടെക്സുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം എങ്കിൽ നമുക്കതിനെ ഒരു കംപ്ലീറ്റ് ബൈപാർട്ടൈഡ് ഗ്രാഫ് എന്ന് പറയാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡിറ്റർമൈൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ്സ് ആർ ബൈപാർട്ടൈഡ് ഗ്രാഫ്. നോട്ട് ഏതാണ് ബൈപാർട്ടൈറ്റ്, ബൈപാർട്ടൈറ്റ് അല്ലാത്ത ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ബൈപാർട്ടൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്തും കൂടെ കണ്ടുപിടിക്കണം, കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റും കൂടെ കണ്ടുപിടിക്കണം. ബൈപാർട്ടൈറ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ബൈപാർട്ടൈറ്റ് നോക്കിയാൽ മതിയല്ലോ. നമ്മുടെ ഫിഗർ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഫിഗർ. നമുക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ ആദ്യം എഴുതാൻ പറ്റുന്നൊരു സ്റ്റെപ്പ് എന്തായിരിക്കും? വെർട്ടെക്സിൻ്റെ സെറ്റല്ലേ. വെർട്ടെക്സിൻ്റെ സെറ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിക്കേ. ABCD ഇതാണ് വെർട്ടെക്സിൻ്റെ സെറ്റ് അല്ലേ. ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം ആ സെറ്റിൽ പിടിച്ചിട്ടോണം. ഇനി അടുത്ത് നോക്കിക്കേ, നമുക്കിനി എന്തോ ചെയ്യേണ്ടത്? ഇതിനെ പാർട്ടീഷൻ ചെയ്യണം. അതൊക്കെ ഇതേപോലെ സ്റ്റെപ്പായിട്ട് എഴുതണം കേട്ടോ. എല്ലാത്തിനും മാർക്കുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്? ലെറ്റേഴ്സ് പാർട്ടീഷൻ വെർട്ടെക്സ് സെറ്റ് B. അതായത് ഈ വെർട്ടെക്സ് സെറ്റിനെ രണ്ട് സബ്സെറ്റായിട്ട് പാർട്ടീഷൻ ചെയ്തു. ഏതൊക്കെയാണ് രണ്ട് സബ്സെറ്റ്? V1ഉം V2ഉം. അതിലൊരു കണ്ടീഷൻ എന്താണ്? നോ ടു എഡ്ജസ് ഇൻ V1 ആർ കണക്റ്റഡ്. V1 എഡ്ജസ് തമ്മിൽ കണക്ഷൻ പാടില്ല. അതേപോലെ V2 എഡ്ജസ് തമ്മിലും കണക്ഷൻ പാടില്ല. V1 നിന്ന് V2 മാത്രമേ കണക്ഷൻ പാടുള്ളൂ. അത് നമ്മൾ ഇതേപോലെ എഴുതി ചേർക്കണം. ഇനി എൻ്റെ രണ്ട് സബ്സെറ്റ് വേണ്ടേ? സബ്സെറ്റ് എഴുതിയാലോ. V1 എന്ന് പറയുന്ന സബ്സെറ്റ് ഇതിലാരൊക്കെയാന്ന് നോക്കാം. ഇവിടെ ഞാൻ A എടുക്കുക. Aയും Gയും കണക്റ്റഡ് ആയതുകൊണ്ട് ഇവരെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. Aയും Fഉം കണക്റ്റഡാണ്, അതും പറ്റൂല. Aയും Eയും കണക്റ്റഡാണ്. ഇനി നോക്കിക്കേ, Aയും Dയും കണക്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അവരെ എടുക്കാം അല്ലേ, Aയും Dയും. അടുത്തത് ഞാൻ ഈ Aയും Bയും കണക്റ്റഡ് അല്ല, അപ്പോൾ Bനെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ Bനെ എടുക്കുമ്പം ഇവിടുന്ന് ഇങ്ങോട്ടും കൂടെ ഒരു കണക്ഷൻ നോക്കണം. Dയും Bയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന്. കാരണം അവർ മൂന്നുപേരും ഒരു സെറ്റിൽ വരുന്നതല്ലേ. അപ്പോൾ Dയും Bയും തമ്മിലും ഒരു കണക്ഷൻ ഇല്ല, Aയും Bയും തമ്മിലും കണക്ഷൻ ഇല്ല, Aയും Dയും കണക്ഷൻ ഇല്ല. അപ്പം V1 എന്ന് പറയുന്ന സെറ്റിൽ ഞാൻ Aയും Bയും Dയും എഴുതി. ഞാൻ സ്കെച്ച് വെച്ച് എഴുതാവേ, എന്നാലേ ഇത്തിരി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അടുത്ത് V2 എന്ന് പറയുന്ന സെറ്റ് എടുക്കുക ഞാൻ. അടുത്ത V2 എന്ന് പറയുന്ന സെറ്റ് എടുക്കുമ്പോൾ ഇനി ഞാൻ എന്താണ്ടേ, ഇവിടെ Aയും Bയും Dയും ആയി. ഇനി ഇവരെ മൂന്നുപേരെ നോക്കണ്ടല്ലോ, കാരണം അവരൊരു സെറ്റിൽ കയറി. ഇനി ബാക്കി ആരൊക്കെയാണ് ഉള്ളത്? Cയും Eയും Fഉം Gയും അല്ലേ. ഈ Cയും Eയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. Eയും Fഉം തമ്മിലോ? ഇല്ല. Fഉം Gയും തമ്മിലില്ല, Gയും Cയും തമ്മിലില്ല, Fഉം Cയും ഇല്ല, Eയും Cയും ഇല്ല, ഇല്ലല്ലേ.
ഇവർ 4 പേര് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ ഇവരെല്ലാം നമുക്ക് ഒരു സെറ്റിൽ പിടിച്ചിടാം. അപ്പോൾ ആരൊക്കെയാണ് അവർ? സി, ഇ, എഫ്, ജി. സെറ്റ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇവിടെ എ, ബി, സി വന്നു, ഇവിടെ ഡി വന്നെന്ന് വെച്ചൊന്നും ഒരു വിഷയമില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. പക്ഷേ കണ്ടീഷൻ എന്താണ്? V1 2 പേര് തമ്മിൽ റിലേഷൻ വരരുത്, അങ്ങനെ എടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ V1 എന്ന് പറയുന്ന സെറ്റ്, V1 സെറ്റിൽ ആരൊക്കെയുണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, ടി ഉണ്ട്. അടുത്ത V2 എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെയുണ്ട്? സി, ഇ, എഫ്, ജി. ഫിഗർ നോക്കിക്കേ, എയും സിയും തമ്മിലൊരു കണക്ഷനുണ്ട്. അപ്പോൾ എയിന്ന് സിയിലേക്ക് ഞാനൊരു കണക്ഷൻ കൊടുത്തു. അടുത്ത ആരൊക്കെയാ? എയും ജിയും ഉണ്ട്, അതേപോലെ എയും ഇയും ഉണ്ടല്ലേ. എയും ജിയും ഉണ്ട്, എയും ഇയും ഉണ്ട്. ഇനി എവിടെയെങ്കിലും കണക്ഷൻ ഉണ്ടോ? എയും പിന്നെ ഒരു എഫ് ഇപ്പോൾ ഉണ്ടല്ലേ, എഫുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കിക്കേ. എയും എഫും കണക്റ്റഡാ അല്ലേ, എയും എഫും കണക്റ്റഡാ. അടുത്ത ബിയും സിയും കണക്റ്റഡ് അല്ലേ. ഇപ്പോൾ ബിയും സിയും കണക്റ്റഡാ. ബിയും ഇയും തമ്മിൽ കണക്ഷൻ ഇല്ലേ, അതേപോലെ ബിയും എഫും തമ്മിൽ കണക്ഷൻ ഉണ്ട്. വേറെ എവിടെയെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇനി ഇല്ലല്ലോ. ഇനി ഏതൊക്കെയാ? ബിയും ഇയുമായിട്ട് കണക്ഷൻ ഉണ്ട്, എഫുമായിട്ടൊരു കണക്ഷൻ ഉണ്ടല്ലേ. അപ്പോൾ ഡി ആരൊക്കെയായിട്ട് കണക്റ്റഡാന്ന് നോക്കിക്കേ. ഡി സി ആയിട്ടും പിന്നെ ജി ആയിട്ടും എഫ് ആയിട്ടും കണക്റ്റഡ് അല്ലേ. അപ്പം ഡിയും സിയും ഡിയും എഫും ഡിയും ജിയും കണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ എല്ലാ കണക്ഷൻസും ചെയ്തു. ഇനി ഞാൻ നോക്കുക, ഇതൊരു ബൈപാർട്ടഡ് ഗ്രാഫായി, കാരണം ഇവിടുത്തെ ഇങ്ങോട്ട് റിലേഷൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ബൈപാർട്ടേറ്റായി. കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ആവണമെങ്കിൽ എന്താ? ഒരു വെർട്ടെക്സ് എടുക്കുമ്പം ആ വെർട്ടെക്സിന് ഇവിടെയുള്ള എല്ലാവരുമായിട്ട് റിലേഷൻ ഉണ്ട്. എ എടുത്തപ്പോൾ എക്ക് എല്ലാവരുമായിട്ട് റിലേഷൻ ഉണ്ടല്ലേ. ഞാൻ ബി എടുക്കുമ്പോൾ നോക്കിക്കേ, ബിക്ക് സി ആയിട്ട് ഇ ആയിട്ട് എഫ് ആയിട്ടുണ്ട്, ജി ആയിട്ടുണ്ടോ നോക്കിക്കേ. ബിയും ജിയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റിൻ്റെ കണ്ടീഷൻ തെറ്റായില്ലേ. കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെർട്ടെക്സ് ഇവിടെ എടുത്താൽ ആ വെർട്ടെക്സിന് ഈ V2 എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെൻസുമായിട്ടും കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇവിടെ ബി എടുത്തപ്പോൾ ബിക്ക് ജി ആയിട്ട് കണക്ഷൻ ഇല്ല. അപ്പം ഇതൊരു കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് അല്ല, എന്നാൽ ബൈപാർട്ടേറ്റ് ഗ്രാഫാണ്. നമുക്കിനി ഇതിനെ എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ ബൈപാർട്ടേറ്റ് ഗ്രാഫ് ബട്ട് നോട്ട് എ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ്. എന്തുകൊണ്ടെന്നും കൂടെ എഴുതണം. എങ്ങനെ പറയാം? ഇതെന്ന് പറയുന്നത് ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫാണ്, പക്ഷേ കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് അല്ല. എന്തുകൊണ്ടാണ്? V1 ഒരു വെർട്ടെക്സ് ആണ് ബി, അതിന് V2 വെർട്ടെക്സ് ആയ ജിയുമായിട്ട് എന്താണ്? ഒരു കണക്ഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫ് അല്ലെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതൊരു ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണോ അല്ലയോ? അപ്പോഴേ ഞാൻ അതെ ബി എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ സെറ്റ് എഴുതുക. ആരൊക്കെ ഉണ്ട് അതിൽ? എ ടു എഫ് അല്ലേ. എ ബി സി ഡി ഇ എഫ് അല്ലേ. അപ്പം ഇതാണ് വി എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ സെറ്റ്. ഇനി നമുക്ക് കണക്റ്റഡ് അല്ലാത്തവരെ കണ്ടുപിടിക്കാം. എയും ബിയും കണക്റ്റഡാ, അപ്പം അത് പറ്റത്തില്ലേ. പിന്നെ ബിയും സിയും കണക്റ്റഡാ. എ വെച്ച് നോക്കാം. എയും സിയും കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ എ ഉണ്ടെന്ന് മനസ്സിലായി. എയും സിയും കണക്റ്റഡ് അല്ല, അപ്പോൾ എയും സി എടുക്കാം. ഇനി അടുത്ത എയും ഡിയും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? ഇല്ല. പക്ഷേ സിയും ഡിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അപ്പോൾ അത് പറ്റത്തില്ലല്ലോ. എഫും ഡിയും എടുത്തു ഞാൻ. പിന്നെ ഏതെടുക്കാം? എഫും ഡിയും എയും ഞാൻ എടുത്തെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഡിയും ബിയും എടുത്തെന്ന് വെച്ചോ. അപ്പോൾ ഡിയും എഫും ഡിയും എയുമാണ് ഞാൻ എടുക്കുന്നെങ്കിലും വേണ്ടേ എഫും ഡിയും തമ്മിൽ കണക്ഷൻ ഇല്ല. പക്ഷേ ഈ ഡിയും എയും തമ്മിലും കണക്ഷൻ ഇല്ല. പക്ഷേ എഫും എയും തമ്മിൽ കണ്ട ഒരു കണക്ഷൻ വന്നേ. ഇപ്പം ഞാൻ എഫ് ബിയും ഡിയും എടുത്തതെന്ന് വെച്ചോ, ഡിയും ബിയും തമ്മിൽ കണക്ഷൻ ഉണ്ട്, എഫും ബിയും തമ്മിലും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തോ മനസ്സിലായി, ഈ ഫിഗറിൽ നമുക്ക് രണ്ട് സെറ്റ് പറയാൻ പറ്റുന്നില്ല. V1 എന്നും V2 എന്നും പറയുന്ന സെറ്റ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇതേപോലെ നിങ്ങൾ നോക്കണം. കണ്ടോ, ഞാൻ ഓരോ എലമെൻറ്റ്സ് ഓരോ വെർട്ടെക്സും ഞാൻ എടുത്ത് വെച്ച് നോക്കിയിട്ടും ഇതിലൊന്നും എന്താണ് ഒരിത് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇത് എന്താണ്? ഇതൊരു ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണോ? അല്ല. ഞാൻ ഒന്നുകൂടെ പറയാം. നോക്കിയേ, ഈ ഫിഗറിൽ
ഇപ്പം ഞാൻ എയും സിയും എടുക്കുകയെന്ന് വെച്ചോ, എയും സിയും തമ്മിൽ എന്താണ്, കണക്ഷനൊന്നും ഇല്ല. പിന്നെ ഈ എയും ഡിയും എടുക്കുമ്പോഴും കണക്ഷനൊന്നുമില്ല. അപ്പോൾ എയും സിയും ഡിയും എനിക്കിപ്പോൾ കിട്ടി. ഇനി ഈ സിയും ഡിയും നിങ്ങൾ നോക്ക്, സിയും ഡിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു സെറ്റിൽ കൂട്ടാൻ പറ്റുമോ? ഇല്ല. ഓരോ എലമെൻറ്റ്സ് തമ്മിൽ ഇങ്ങനെ നോക്കണം. ചിലപ്പോൾ എയും സിയും കണക്റ്റഡ് ആവില്ല, സിയും ഡിയും കണക്റ്റഡ് ആവത്തില്ലായിരിക്കും. പക്ഷേ എയും ഡിയും ചിലപ്പോൾ ഒരു കണക്ഷൻ കാണാം. അങ്ങനെ നിങ്ങൾ എല്ലാ ഇതും നോക്കണം. ഓക്കെ, അപ്പം നമുക്കിത് ബൈപാർട്ടേറ്റ് അല്ലെന്ന് മനസ്സിലായി. അപ്പം നമുക്ക് എഴുതണ്ടേ? അപ്പം എങ്ങനെ എഴുതാം? ദ ഗിവൺ ഗ്രാഫ് ഈസ് നോട്ട് എ ബൈപാർട്ടേറ്റ് ഗ്രാഫ്. പിന്നെ എന്താ പറയാം? സിൻസ് ഇറ്റ്സ് വെർട്ടിസസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, രണ്ട് സബ്സെറ്റായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കണ്ടീഷൻ എന്താണ്? നോ ടു വെർട്ടിസസ് ഇൻ V1 ആൻഡ് നോ ടു വെർട്ടിസസ് ഇൻ V2 ആർ കണക്റ്റഡ് വിച്ച് വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. ഇതൊരു ബൈപാർട്ടേറ്റ് ഗ്രാഫാണെന്ന് മനസ്സിലായി. ഇതൊരു കംപ്ലീറ്റ് ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആണോ? ഒരിക്കലും അല്ല കേട്ടോ. ഒരു ബൈപാർട്ടേറ്റ് ആണെങ്കിൽ മാത്രമേ കംപ്ലീറ്റിനെ കുറിച്ച് ചിന്തിക്കാവൂ. ബൈപാർട്ടേറ്റ് അല്ല, അത് തന്നെ തെറ്റി. പിന്നെ കംപ്ലീറ്റിനെ കുറിച്ച് ചിന്തിക്കണോ? വേണ്ട. അടുത്ത നമ്മുടെ ഡെഫിനിഷൻ എന്താണ്? വോക്ക്. വോക്ക് എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ നമ്മൾ നടക്കത്തില്ലേ, നമ്മൾ ഈ പാർക്കിലൂടെ ഒക്കെ നടക്കുന്ന പോലെ അതേ വോക്ക് തന്നെയാണ് നമ്മുടെ ഗ്രാഫിലും. നമ്മൾ ഈ ഗ്രാഫിൽ കൂടെ വോക്ക് ചെയ്യുന്നതേ ഉള്ളൂ. നമുക്ക് ഏത് ഡയറക്ഷനിലോ വേണമെങ്കിലും വോക്ക് ചെയ്യും. എനിക്കിപ്പോൾ V1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, V2 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, V3 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, V4 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് എവിടുന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഈ വോക്കിന് ജനറലായിട്ട് പറയുന്നത് W = P0 E1 V1 E2 അപ് ടു VK-1 EK VK എന്നാണ് ഇതിൻ്റെ ജനറലായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് വോക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ വോക്ക് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, ഞാനിപ്പോൾ V1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചോ. എനിക്ക് ഈ V1 നിന്ന് V2 പോവാം, V2 നിന്ന് V4 പോവാം, V4 നിന്ന് V3 വരാം. ഇത് ഒരു വോക്കാണ്. ഇനി എനിക്ക് വേണമെങ്കിൽ V1 നിന്ന് V2 പോയി, V2 നിന്ന് V4 പോയി, പിന്നെ V4 നിന്ന് V2 പോയി, V2 നിന്ന് V1 വരാം, പിന്നെ V1 നിന്ന് V4 വരാം. ഇതെല്ലാം എന്താണ്? ഒരു വോക്കായിട്ട് പറയാം. വോക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വോക്ക് ചെയ്യാം. അതേപോലെ ഇതിൽ വെർട്ടെക്സും എഡ്ജസും ഒക്കെ എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യും. അതായത് ഞാനിപ്പോൾ V1 നിന്ന് V2 പോയി, തിരിച്ച് ഞാൻ ഈ V2 നിന്ന് V1 വരിക. അപ്പോൾ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുമല്ലേ, അതും ഒരു വോക്ക് തന്നെയാണ്. അതായത് എഡ്ജസും വെർട്ടെക്സും ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാനിപ്പോൾ V2 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ V2 ഞാൻ V3 പോവാം. അപ്പോൾ V2 B B3 അല്ലേ. B എന്ന് പറയുന്നത് എഡ്ജാണ്. ഈ BC എന്നൊക്കെ പറഞ്ഞ് ഞാൻ പേര് കൊടുത്തേക്കുന്ന എഡ്ജസ് കേട്ടോ. അപ്പോൾ V2 B V3 ഞാൻ എത്തി. ഇനി ഞാൻ V3 ഇനി ഞാൻ ഈ V1 പോവാം. അപ്പോൾ V3 എൻ്റെ ഇവിടുത്തെ എഡ്ജ് ഏതാ? E ആണ്. അപ്പോൾ V3 ഈ V1 ഞാൻ വന്നു. ഇനി ഞാൻ V1 നിന്ന് V2 പോവാം. എഡ്ജ് ഏതാണ്? A ആണ്. V1 A V2. പിന്നെ ഇവിടെ കണ്ടോ, ഈ V2 രണ്ട് വട്ടം വന്നില്ലേ, ഇതൊന്നും പ്രശ്നമില്ല കേട്ടോ. അതേപോലെ ഈ എഡ്ജസ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. വോക്കിൻ്റെ കേസിൽ അതൊന്നും ഒരു പ്രശ്നവുമില്ല. ഇനി ഞാൻ ഈ V2 നിന്ന് എങ്ങോട്ട് പോവാം? ഈ F വഴി V4 പോവാം. അപ്പോൾ V2 F V4. ഇനി ഞാൻ V4 നിന്ന് V1 പോകും. V4 D V1 V4 D V1. ഇതിനെയാണ് ഒരു വോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, നമുക്ക് പല രീതിയിൽ വോക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. ഇവിടുത്തെ വെർട്ടെക്സ് ഏതൊക്കെയാണ്? V2 V3 V1 V2 V4 V1 അല്ലേ. ഈ V2 V3 V1 V2 V4 നമുക്ക് കിട്ടിയില്ലേ. ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതിൻ്റെ വെർട്ടെക്സ് ആണ്. ഇനി നമുക്ക് ഈ വോക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ലെങ്ത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല, ഇതിൻ്റെ ഇടയ്ക്ക് എത്ര എഡ്ജസ് ഉണ്ടോ നോക്കിയാൽ മതി. ഏതൊക്കെ എഡ്ജസ്? B E A F D. മൊത്തം എത്ര എഡ്ജസ് ഉണ്ട്? 5 എഡ്ജസ് അല്ലേ ഉള്ളത്. അപ്പം ഈ വോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കുംടാ? 5 ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ലെങ്ത് ഓഫ് ദ വോക്ക് എന്ന് പറയുന്നത് എഡ്ജസ് ഓഫ് ദ വോക്ക് ആയിരിക്കും. അതായത് ഒരു വോക്കിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ആ വോക്കിൽ എത്ര എഡ്ജസ് വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പം നമുക്ക് അതിൻ്റെ ലെങ്ത് കിട്ടും. ഇനി അടുത്ത ടേം നോക്കിക്കേ, ട്രയൽ എന്തെന്നാ. ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയലും ഒരു വോക്കാണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? എഡ്ജസ് അവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ വോക്ക് ചെയ്യുമ്പം
ചിലപ്പോൾ എഡ്ജസ് റിപ്പീറ്റ് വരാം. അതായത് ഞാൻ V1 നിന്ന് V2 വന്നു, V2 നിന്ന് V3 വന്നു, പിന്നെ ഞാൻ V3 നിന്ന് പിന്നെ V2 പോവാം. അപ്പോൾ ഈ B പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമല്ലേ. ഞാൻ എക്സാമ്പിൾ വെച്ച് കാണിക്കാം, നോക്കിക്കേ. ഇപ്പോൾ ഞാൻ V1 നിന്ന് A വഴി V2 പോയി, V2 നിന്ന് B വഴി ഞാൻ V3 പോയി. ഇനി ഈ V3 നിന്ന് B വഴി ഞാൻ പിന്നെ V2 ചെന്നു. ഇതൊരു വോക്കാണ്, പക്ഷേ ഇതൊരു ട്രയൽ അല്ല. എന്തുകൊണ്ടാണ് ട്രയൽ അല്ലാത്തത്? ഇവിടെ ഈ എഡ്ജസ് കണ്ടോ, റിപ്പീറ്റ് ചെയ്യുമല്ലേ, അതുകൊണ്ട് ഇതൊരു ട്രയലാണെന്ന് പറയാൻ പറ്റത്തില്ല. വോക്കിൻ്റെ കേസിൽ ഈ വെർട്ടെക്സും അതേപോലെ ഈ എഡ്ജസും ഒക്കെ എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വരാം. പക്ഷേ ഈ ട്രയലിൻ്റെ കേസിൽ വെർട്ടെക്സ് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. കാരണം നോക്കിക്കേ, ഇവിടെ ഈ V2 2 പ്രാവശ്യം വരുന്നുണ്ട്. അത് ഈ ട്രയലിൻ്റെ കേസിൽ കുഴപ്പമില്ല. പക്ഷേ ഈ എഡ്ജസ് കണ്ടോ, B ഇവിടെയും B, ഇത് റിപ്പീറ്റായി വന്നില്ലേ. ഈ കേസ് ട്രയലിൽ നടക്കത്തില്ല. ഇവിടെ എന്തായിരിക്കണം, എഡ്ജസ് എപ്പോഴും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അപ്പോൾ എഡ്ജസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം പറഞ്ഞേ. ഇപ്പം ഞാൻ V2 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ V2 B V3 ഞാൻ ഇപ്പോൾ V2 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ വാക്ക് വേണ്ടേ, നമ്മുടെ ഫിഗർ V2 B V3 ഞാൻ വന്നു. ഇനി ഞാൻ V3 E V1 പോവുക. V3 E V1 എനിക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം. ഇതൊരു ട്രയലാണ്. നോക്കിക്കേ, ഇവിടുത്തെ എഡ്ജസ് എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടുത്തെ ലെങ്ത് എന്തുമായിരിക്കും? 2 ആയിരിക്കും. ലെങ്ത് 2 ആവാൻ കാരണം എന്താ? ഈ V2 V3 V1 ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് 2 എഡ്ജസ്സേ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഈ ട്രയലിന് ഒരു എക്സാമ്പിളൂടെ കാണിച്ചു തരാം, നോക്കിക്കോ. ഇനി ഞാൻ V3 നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഈ ഫിഗർ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കാവേ. നമ്മുടെ ഫിഗർ എന്തുവായിരുന്നു? ഇതല്ലേ നമ്മുടെ ഫിഗർ. ഇത് V1 V2 V3 V4 ഇതിൻ്റെ എഡ്ജസ്. ഇത് ഇയും ഇത് എഫും അല്ലായിരുന്നോ? ഇത് നോക്കിക്കേ, ഞാൻ പുതിയൊരു വോക്ക് ചെയ്യുമ്പോൾ ഇതൊരു വോക്കാണ്, സോറി ഇതൊരു ട്രയലാണ്. ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ജസ് റെപ്പിറ്റീഷനായിട്ട് വരാൻ പാടില്ല, ഡിസ്റ്റിങ്ക്റ്റ് എഡ്ജസ്സേ പാടുള്ളൂ. ഇനി ഞാൻ അടുത്തൊരു വോക്ക് പോവാം, നോക്കിക്കോ. V3 C V4 വന്നു, V4 ഈ V2 പോവാം, ഈ V2. പിന്നെ ഞാൻ V2 വന്നില്ലേ, ഇപ്പം V2 A V1 പോയി, V2 A V1 V1 D V4. ഇത് എന്താണ്? ഒരു ട്രയലാണ്. ട്രയലാവാൻ കാരണം എന്താ? ഇവിടുത്തെ എഡ്ജസ് നോക്കിക്കേ, CEAD എല്ലാം ഡിഫറെൻ്റ് അല്ലേ, സെയിം ആയിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. പക്ഷേ ഇവിടുത്തെ വെർട്ടെക്സ് ഉണ്ടോ, V4 V4, അത് നമുക്ക് ട്രയലിൻ്റെ കേസിൽ വരാം. ട്രയൽ വെർട്ടെക്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, എഡ്ജസ് റിപ്പീറ്റ് ആവാൻ പാടില്ല. ഇതിൻ്റെ ലെങ്ത് എന്തായിരിക്കും നോക്കിക്കേ, എത്ര എഡ്ജസ് ഉണ്ട്? 1 2 3 4. അപ്പം ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ആയിരിക്കും. അടുത്ത അതേപോലത്തെ ഒരു സിമിലർ ടേമാണ് എന്താണ്? പാത്ത്. ഈ വോക്ക്, ട്രയൽ, പാത്ത് എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്, തിരിഞ്ഞു പോകരുത്. ഓക്കെ, പാത്ത് എന്ന് പറയുന്നതും ഒരു വോക്ക് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ കണ്ടീഷൻ എന്താ? ഓൾ ദ വെർട്ടിസസ് ആൻഡ് എഡ്ജസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. അതായത് വെർട്ടെക്സും ഈ വെർട്ടെക്സ് ഇല്ലേ, അതും എഡ്ജസും എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. അതായത് സെയിം വരാൻ പാടില്ല. വോക്കിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു? നമുക്ക് റിപ്പറ്റീഷൻ പറ്റുമായിരുന്നു. എഡ്ജസും വെർട്ടെക്സും ഒക്കെ എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ട്രയലിൻ്റെ കേസിൽ നമുക്ക് എഡ്ജസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, വെർട്ടെക്സ് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. പാത്തിൻ്റെ കേസിൽ എന്താണ് പറയുന്നത്? ഇത് രണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ഒറ്റ പ്രാവശ്യം വരാം. അപ്പോൾ എനിക്ക് എങ്ങനെ ട്രാവൽ ചെയ്യാം നോക്കാം. അപ്പം ഞാൻ V0 ആദ്യം പോയി, V0 A V1, ഇനി ഞാൻ B V2, പിന്നെ C V3, V0 A V1 വന്നു, V1 B V2 വന്നു, V2 C V3 വന്നു. അപ്പോൾ ഇതെന്താണ്? ഒരു പാത്താണ്. ഇവിടുത്തെ വെർട്ടെക്സ് എല്ലാം നോക്കി ഏതെങ്കിലും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതേപോലെ എഡ്ജസ് കണ്ടോ, അതും റിപ്പീറ്റ് ആയിട്ടില്ല. ഇനി ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പാത്ത് P. ഇനി ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? എഡ്ജുകൾ നോക്കിയാൽ മതി. ഇവിടെ മൊത്തം എത്ര എഡ്ജുണ്ട്? 3 എഡ്ജല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് 3 ആയിരിക്കും.
അപ്പോൾ ലെങ്ത് ഓഫ് ദ ട്രയൽ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് എഡ്ജസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ലെങ്ത് ഓഫ് പാത്ത് കണ്ടുപിടിക്കാനും നമ്പർ ഓഫ് എഡ്ജസ് മതി. ലെങ്ത് ഓഫ് വാക്ക് കണ്ടുപിടിക്കാനും നമ്പർ ഓഫ് എഡ്ജസ് കണ്ടുപിടിച്ചാൽ മതി. അടുത്ത ടേം നോക്കിക്കേ, സർക്യൂട്ടിനെ കുറിച്ചാണ്. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ലോസ്ഡ് ട്രയൽ ആണെങ്കിൽ അതിനെ എനിക്ക് സർക്യൂട്ട് എന്ന് പറയാം. ക്ലോസ്ഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താ? നീക്കട്ടെ, ട്രയൽ എന്താണ്? ട്രയൽ എന്ന് പറഞ്ഞാൽ എന്തുമായിരുന്നു? എഡ്ജസ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും, പക്ഷെ അവിടെ വെർട്ടെക്സ് റിപ്പീറ്റ് ആയിട്ട് വരാം. ഈ ഫിഗർ നോക്കിക്കേ, നമ്മൾ നേരത്തെ വരച്ച അതേ ഫിഗർ തന്നെയാണ്. ഇത് V1, ഇത് V2, ഇത് V3, ഇത് V4, ഇത് E, ഇവിടുന്ന് ഒരു F. ഇനി ഇതിൻ്റെ ട്രയൽ ഞാൻ എടുക്കും. അതായത് ട്രയൽ എന്ന് പറയുമ്പോൾ എന്താണ്? എഡ്ജസ് റിപ്പീറ്റ് ആവാൻ പാടില്ല. ഇതൊക്കെ എൻ്റെ എഡ്ജസ് ആയിരുന്നേ. ഞാനിത് റിപ്പീറ്റായി പറയുന്നത് നിങ്ങൾക്കത് ഓർമ്മ കിട്ടാനാണ് കേട്ടോ. ചിലപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ഡെഫിനിഷൻസ് ഇങ്ങനെ പറയാതിരുന്നാൽ ചിലപ്പോൾ അത് ചിലർക്ക് മനസ്സിലാവത്തില്ല പെട്ടെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഈ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ജസ് അവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. ഇനി ഞാനിവിടെ വോക്ക് ചെയ്യും. അപ്പോൾ ഞാൻ V1 A, V2 B, V3 ഇങ്ങനെ ഞാൻ വന്നു. ഇത് ഒരു ക്ലോസ്ഡ് ട്രയൽ ആണോ? ക്ലോസ്ഡ് ട്രയൽ ആയാൽ മാത്രമേ നമുക്കതിനെ സർക്യൂട്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതൊരു ക്ലോസ്ഡ് ട്രയൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് ക്ലോസ്ഡ് ട്രയൽ അല്ല. ഇതെന്താണ്? ഒരു ഓപ്പൺ ആണ്. ഓക്കെ, അതായത് ഇവിടുത്തെ ഇനിഷ്യൽ വെർട്ടെക്സ് ഏതാണ്? V1 അല്ലേ? ഞാൻ V1-ൽ സ്റ്റാർട്ട് ചെയ്തു, V3-ൽ അവസാനിച്ചു. എൻ്റെ ഇവിടുത്തെ ഇനിഷ്യൽ ആരാ? ഇവിടുത്തെ ഇനിഷ്യൽ വെർട്ടെക്സ് എന്ന് പറയുന്നത് V1 ആണ്, അതായത് സ്റ്റാർട്ടിങ്. പിന്നെ എൻ്റെ ഇവിടുത്തെ ഫൈനൽ വെർട്ടെക്സ് ആരാ? അല്ലെങ്കിൽ ടെർമിനൽ വെർട്ടെക്സ് എന്ന് പറയുന്നത് ആരാ? ടെർമിനൽ വെർട്ടെക്സ് അതാരാ? ഇവിടുത്തെ V3 അല്ലേ? ഒരു ക്ലോസ്ഡ് ട്രയലിനെ നമുക്ക് സർക്യൂട്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരത്തെ സൈക്കിൾ പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരിടത്ത് വന്നാലല്ലേ നമുക്ക് അതിനെ സൈക്കിൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഒരു ക്ലോസ്ഡ് ആണെങ്കിലേ നമുക്കതിനെ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ V1 ആണ് അപ് ടു V3, അത് ക്ലോസ്ഡ് ആണോ? അല്ലല്ലോ. അപ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും സർക്യൂട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ക്ലോസ്ഡ് ട്രയൽ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ V1 A, V2 B, V3 ഇനി V3 E, V1-ൽ പോവാൻ ഞാൻ V3 E, V1-ൽ വന്നു. ഇവിടെ നോക്കിക്കേ, ഏതെങ്കിലും എഡ്ജസ് റിപ്പീറ്റ് ആവുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ആ കണ്ടീഷൻ ഓക്കെ. ഇനി എൻ്റെ വെർട്ടെക്സ് നോക്കിക്കേ, വെർട്ടെക്സ് എനിക്ക് റിപ്പീറ്റ് ചെയ്യാമല്ലോ. V1 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഈ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഒരു ക്ലോസ്ഡ് ട്രയലാണ്. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സർക്യൂട്ട് എന്ന് പറയാം. ക്ലോസ്ഡ് ട്രയൽ ആണെങ്കിൽ അതിനെ സർക്യൂട്ട് എന്ന് പറയാം. ഇപ്പോൾ ഈ V1 ഓക്കെ, ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഇനി ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ഈ ടേംസ് ഇല്ലേ, ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻറ്റേർണൽ വെർട്ടിസസ്. എന്താണ്? ഇൻറ്റേർണൽ വെർട്ടിസസ് എന്ന് പറയാം. സർക്യൂട്ട് ആവുന്നത് എങ്ങനെയാണ്? ഒരു ക്ലോസ്ഡ് ട്രയൽ ആണെങ്കിലേ നമുക്ക് സർക്യൂട്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ വെർട്ടെക്സും ടെർമിനൽ വെർട്ടെക്സും ഡിഫറെൻ്റ് ആണെങ്കിൽ ഒരിക്കലും അതൊരു ക്ലോസ്ഡ് ട്രയൽ ആവില്ല. ക്ലോസ്ഡ് ട്രയൽ ആവണമെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ ടെർമിനലും എല്ലാം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതായത് ഇവിടെ V1 ആണ് സ്റ്റാർട്ടിങ്, എൻഡിങ്ങും V1 ആണ്. അപ്പം ഇതൊരു ക്ലോസ്ഡ് ട്രയൽ ആണ്.